ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിപ്പം രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടത്. നിറയെ മയിലുകളാണ്. എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇതുവരെ സിറ്റ് ഔട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നേണ്. ഇന്നിപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടാവുകൊണ്ട് വന്ന വഴി അങ്ങനെ തിരിച്ചു പോകാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരാൾ ബാത്റൂമിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ട്. വീഡിയോ എടുക്കണ കണ്ടപ്പം എല്ലാം അവിടുന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ ആള്. ഇതിപ്പോൾ ജുനുവും മുഹമ്മദും കൂടെ മാങ്ങ പറിക്കാനുള്ള തോട്ടി കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് തോട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ മാങ്ങയൊന്നും താഴെ പോകാതെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ബോട്ടിൽ അതിൽ വെച്ച് കെട്ടണത്. അപ്പോൾ കുറച്ച് ഉപ്പിലിട്ടതും കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ മാങ്ങ പറിക്കാൻ വേണ്ടി പോവാണ്. അത് ഉറപ്പില്ല മുളയല്ല, ചെടി മുളയാണ്. മറ്റേ ഇതിനൊക്കെ ഉണ്ടാവില്ലേ പാർക്കിന് അതുപോലെ കൊണ്ട് പുട്ടുംപൊടി ഉണ്ടാക്കുന്ന വിധം അങ്ങനെ പറയുന്നു. കിട്ടി കിട്ടിയില്ല അയ്യോ തല എത്ര മാങ്ങ? 4 1 2 3 4 4 അയ്യോ അതതിനകത്ത് വിട്ടു. ഇങ്ങോട്ട് മാറിക്കണേ. അതിലേക്ക് പെണ്ണ് നിൽക്കണം നിർത്താം. കല്ല് അയ്യോ മലമല കിട്ടും. അവൻ പോയി. ഞാൻ ചാടിയതാണോ വേണ്ട ഞാൻ ഓക്കെ ഓക്കെ ഇല്ല താഴെ പോവും. അപ്പോൾ ഇതാ ഇത്രയും മാങ്ങയാണ് കേട്ടോ പറിച്ചത്. അപ്പോഴേക്കും ഉമ്മ മില്ലിക്ക് കൊണ്ടുപോകാൻ അരിയൊക്കെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ജുനു മില്ലിൽ പോയി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള മാങ്ങയൊക്കെ പറിക്കണത് കേട്ടോ. അപ്പോൾ ഇതാ ഹിയാൻകുട്ടി ഇവിടെ കുളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ അത് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അഹിയാനൊക്കെ ഒന്ന് കുളിപ്പിച്ചു കൊടുത്ത് ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ രാവിലെ തന്നെ ജുനു പോയി ബീഫൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ലഞ്ചിന് ബീഫും നെയ്ച്ചോറും ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ ബീഫിലോട്ടിൽ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ഞാൻ. ഉമ്മ അവിടെ ബീഫൊക്കെ കട്ട് ചെയ്യണുണ്ട്. അപ്പോൾ വേഗം തന്നെ അതിലോട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാ സവാളയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്ച്ചോറിനുള്ള അരിയും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അരിയൊക്കെ വാഷ് ചെയ്ത് ഞാൻ വെള്ളം ഊറ്റി കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ അവിടെ ബീഫൊക്കെ കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നെയ്ച്ചോറിലേക്കും ബീഫ് കറിയിലേക്കൊക്കെ ഉള്ള കറിവേപ്പില രമ്പയിലേക്ക് ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ടില്ല കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഇതാ ജുനു മില്ലിൽ നിന്ന് വന്നപ്പോൾ നല്ല കുൽഫിയൊക്കെ കൊടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റുകയാണ്. അപ്പോൾ അങ്ങനെ അണ്ടിപ്പരിപ്പ് സവാളയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ ഇവിടെ ബീഫ് കറി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സവാള ഒന്നും വഴറ്റാതെയാണ് ബീഫ് കറി റെഡിയാക്കുന്നത്. എല്ലാ മസാലപ്പൊടികളും ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നെയ്ച്ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വിറകടുപ്പിലാവുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ അതിലേക്കുള്ള അരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബീഫും കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് കറി ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ വെക്കണത്. അപ്പോഴേക്കും ഇതാ നെയ്ച്ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി ഞാനന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ ഒരു വെയിറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വിറകടുപ്പാവുകൊണ്ട് ആ ഒരു കനലിൽ കിടന്നിട്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളെ നെയ്ച്ചോറൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ ഒന്ന് വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ ലഞ്ചൊക്കെ കഴിക്കട്ടെ. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അന്നത്തെ ദിവസം രാത്രിയാണ് കേട്ടോ. അപ്പോൾ ജുനു മില്ലിൽ പോയി വന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ള മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഇപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പകുതി ഞാൻ ഉപ്പിലിട്ടതും പകുതി അച്ചാറും കൂടെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എല്ലാം മാങ്ങ ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാങ്ങ വല്ലാതെ പുളിയൊന്നുമില്ല കേട്ടോ. ഒരുപാട് പുളിയില്ല മാങ്ങയല്ല, എന്നാൽ അത്യാവശ്യം ചെറുതായിട്ട് പുളിയുണ്ട് കേട്ടോ. ഇതിന് ഞങ്ങളിവിടെ വെള്ളരി മാങ്ങ എന്നാണ് കേട്ടോ പറയണത്. പച്ചക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെനച്ചാലൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ മുഴുവൻ മാങ്ങയും ഇതുപോലെ അതിൻ്റെ ഞെട്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിട്ട് വെക്കാനുള്ള പാത്രമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുകയാണ്. ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചെടുക്കുകയാണ്. പിന്നെ അത് കട്ട് ചെയ്യാനില്ല കത്തിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ.
ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം തുടച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഓരോ മാങ്ങ ഇതുപോലെ എടുത്തിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ തുടച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഉപ്പിലിട്ടാലും അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വലിപ്പത്തിലുള്ള പീസായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കണത്. ഉപ്പിലിടാനായതുകൊണ്ട് തന്നെ നന്നായിട്ട് കനം കുറച്ചൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനങ്ങനെ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഞാൻ മാങ്ങ കട്ട് ചെയ്തെടുക്കണത്. ടോട്ടൽ ഒരു 8 പീസായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പം അങ്ങനെ ഇതെല്ലാം മാങ്ങി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഇത് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഭരണിയും തന്നെ ഞാൻ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് തന്നെ ഉണക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ആദ്യം തന്നെ ഈ ഭരണിയിലോട്ട് കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചധികം തന്നെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഉപ്പിലിട്ടതിന് ഒന്നുകൂടെ നല്ലത് കേട്ടോ. പൊടിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഉപ്പ് പിന്നെ മാങ്ങ അങ്ങനെ ലെയറായിട്ടാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഭരണിയിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കണം. മുകളിൽ ഞാൻ കുറച്ച് കൂടുതൽ ഉപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് കൊണ്ട് തന്നെ അടച്ചേക്ക് കേട്ടോ, അല്ലെങ്കിൽ അതിലോട്ട് പ്രാണികളൊക്കെ കിടക്കും. ഇനിയിപ്പോൾ നിങ്ങൾ അടച്ച് വെച്ച് കൊടുക്കണ അടപ്പ് ടൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് കെട്ടി കവർ ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ മാങ്ങയൊക്കെ അവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ബാക്കിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഞാൻ അച്ചാറാണ് റെഡിയാക്കണത്. അപ്പോൾ 2 രീതിയിൽ ആണ് കേട്ടോ ഞാൻ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പകുതി ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചധികം തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പിറ്റേ ദിവസമാണ് ഇത് വെച്ചിട്ട് അച്ചാർ റെഡിയാക്കുന്നത് കേട്ടോ. ഇതൊരു ദിവസം ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അതുപോലെ വെക്കണം. ശേഷമാണ് അതുകൊണ്ട് അച്ചാർ റെഡിയാക്കുന്നത്. ഇതിപ്പോൾ അതിൻ്റെ പകുതി മാങ്ങയാണ്. അതിലോട്ട് ഞാൻ കല്ലുപ്പ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വേറെ രീതിയിലുള്ള അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.